ഹലോ ഗായ്സ്, അപ്പം നമ്മളൊരു ഓണം വ്ളോഗായിട്ടാണ് വന്നേക്കണം കേട്ടോ. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കായിരുന്നപ്പോഴാണ് വ്ളോഗ് എടുക്കാമെന്ന് ആലോചിച്ചത് തന്നെ. 7 തരം കറികളും കൂട്ടി ഉച്ചത്തെ ഊണ് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചു. ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓടി ഒരു ഓണസദ്യയാണല്ലോ. പിന്നെ പൂക്കളൊന്നും ഇട്ടില്ല, അതിനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ 2 തരം പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പരിപ്പും പാലടയും ഒക്കെ കൂടിയിട്ട് അടിച്ച് പൊളിച്ച് കഴിച്ചു ഗൈസ്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പെട്ടെന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ചാവക്കാട് നമ്മൾ പ്ലാനിങ് ഉണ്ടായിരുന്നു. മറൈൻ ഡ്രൈവ് 4 മണിക്കാറ്റ് ചാവക്കാട് കടലിൽ ബസ് കയറി. പിന്നെ നമുക്കറിയാലോ എല്ലാവരും കൂടി അടിച്ച് പൊളി ഡാൻസും പാട്ടും എല്ലാം കൂടിയിട്ട് തിമിർത്ത് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കൂടി പോയത് കേട്ടോ. ഫസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള മറൈൻ ഡ്രൈവിലെത്തി. പറയാതിരിക്കാൻ വയ്യ ഗൈസ്, അടിപൊളി സ്ഥലം. എൻട്രൻസിൽ തന്നെ നമുക്ക് ഫിഷ് സ്പാ പോലെ ഒക്കെ ഉണ്ടായിരുന്നു. അതും അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ച് നേരം ആ വെള്ളത്തിൽ കാലൊക്കെ ഇട്ടിരുന്ന് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കയറിയതടക്കം. ഒരാൾക്ക് 400 രൂപയാണ് എൻട്രി ഫീസ് വന്നത്. അത് ഇപ്പോൾ 10 വയസ്സിന് താഴെയുള്ളവർക്ക് 250 അങ്ങോട്ടാണ് വരുന്നത്. അത് അവരുടെ ഹൈറ്റ് നോക്കിയിട്ടൊക്കെ കൊടുക്കുള്ളൂ കേട്ടോ. ഹൈറ്റ് നോക്കി എത്രയും സെൻറ്റിമീറ്റർ അവർ അവിടെ എഴുതിയിട്ടുണ്ട്. അതിന് കുറവാണ് വെച്ചെങ്കിൽ ക്യാഷ് കൊടുക്കണ്ട, അങ്ങനെയൊക്കെ ഉണ്ട്. മീനുകളൊക്കെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ് ഗായ്സ്. എല്ലാവരും പോയിരിക്കേണ്ട ഒരു സ്ഥലം തോന്നിയിട്ട് എനിക്ക്. കാരണം അവർ സെറ്റ് ചെയ്തേക്കണ ആ ഒരു പോർഷൻസ് അടക്കം അടിപൊളിയോ. പെട്ടി ഓട്ടോയിലൊക്കെ അവർ സെറ്റ് ചെയ്തേക്കണ കാണാൻ തന്നെ എന്തൊരു ഭംഗിയായിരുന്നു. അതും പല കളറിലുള്ള മീനുകൾ. പക്ഷെ വിറ്റെന്നുണ്ടായെന്ന് വെച്ചാൽ ആദ്യകുട്ടൻ ഇതൊക്കെ കണ്ടു കേട്ടെ പറയാ, ഈശ്വര എന്തോരം മീനാ വറുത്ത് തിന്നായിരുന്നല്ലോ എന്ന്. പിന്നെ അവൻ തന്നെ ഓരോ മീനെ കാണുമ്പോൾ പേര് തുടങ്ങി, ഇത് ചൂരയെന്ന് തോന്നുന്നു, ഇത് വറ്റാണോ. അങ്ങനെ കുറേ നേരം അവിടെ നിന്നുട്ടാ. നമുക്കൊരു 2 മണിക്കൂറോളം കാണാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ മത്സ്യകന്യകനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ സ്കൂബ ഡൈവിങ് ചെയ്യണ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടനായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന കുഞ്ഞു പിള്ളേരനെയൊക്കെ ആൾ കളിപ്പിക്കുകയൊക്കെ ചെയ്തുട്ടെ ഗൈസ്. അങ്ങനെ അവിടെ നിന്ന് കയറി ഞങ്ങൾ നേരെ 4 മണിക്കാറ്റാണ് പോയത്. സത്യം പറഞ്ഞാൽ അവിടെ വലിയ കാര്യമായിട്ട് കാണാനൊന്നുമില്ല. എൻട്രി ഫീസ് വരുന്നത് 10 രൂപ അങ്ങോട്ട് ഒരാൾക്ക് വരണുള്ളൂ കേട്ടോ. നമുക്ക് അവിടെ കയാക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ അതിലൊന്നും കയറിയില്ല. അത് 1 അവറൊക്കെ അതിലിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് മെയിൻലി നമ്മൾ ബീച്ചാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വേഗം ബീച്ചിലെത്തിയാൽ മതി. പിന്നെ പിള്ളേരിനൊക്കെ പിടിച്ച് വലിച്ച് കൊണ്ടുവരാൻ കുറേ പാടുപെട്ടു. കാരണം അവർക്ക് കളിക്കാനുള്ള കുറേ സാധനങ്ങളുണ്ട് അവിടെ. ബീച്ചിൽ കയറിയപ്പോൾ പിന്നെ പറയണ്ടല്ലോ, നമ്മൾ ഈ ഫോണും ബാക്കി എല്ലാ സംഭവങ്ങളും കൂടിയിട്ട് മേമയുടെ കയ്യിൽ ഏൽപ്പിച്ചു. മേമ പിന്നെ ഇറങ്ങില്ലല്ലോ. അതുകൊണ്ട് മേമയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് ഇറങ്ങി. അത്യാവശ്യം നന്നായി ഇറങ്ങി. പിള്ളേർക്കൊക്കെ ഭയങ്കര കയറാൻ കുറേ പാടുപെട്ടു അവർക്ക്. അതുകൊണ്ട് തന്നെ ഫോണൊക്കെ ഫസ്റ്റ് തന്നെ എടുത്തുവെച്ച കാരണം അവിടുത്തെ വേറെ വീഡിയോസ് ഒന്നും ഇല്ല. ജസ്റ്റ് പോകാൻ നേരത്തെ ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം. അങ്ങനെ നമ്മൾ തിരുവോണ ദിവസം അടിച്ച് പൊളിച്ച് ഗൈസ്.